അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറി സംഘർഷം സൃഷ്ടിച്ചു. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പരാതി പറയാൻ എത്തിയവരാണ് പഞ്ചായത്ത് യോഗത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. സംഭവത്തിൽ ഭരണസമിതിയിലെ LDF മെമ്പർമാർ പ്രതിഷേധിച്ചു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കടന്നുകയറി സംഘർഷമുണ്ടാക്കിയത്. തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ 50ഓളം പേരടങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഭരണസമിതി യോഗം നടക്കുന്ന ഹാളിലേക്ക് തള്ളിക്കയറി സംഘർഷം സൃഷ്ടിച്ചത്. പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളുമായി രൂക്ഷമായ വാക്കേറ്റം നടത്തിയ ഇവർ റൈറ്റിംഗ് പാഡ് എടുത്ത് വലിച്ചെറിഞ്ഞു. ഏറുകൊണ്ട് വനിതാ മെമ്പറുടെ നെറ്റിയിൽ നേരിയ മുറിവ് പറ്റിയിട്ടുണ്ട്. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഹാളിലേക്ക് തള്ളിക്കയറി മെമ്പർമാരെ കയ്യേറ്റം ചെയ്യുവാനും ഇവർ ശ്രമം നടത്തി. അക്രമം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 2 മണിക്കൊരു സാധാരണ യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിലേക്ക് യാതൊരു അറിയിപ്പുമില്ലാതെ 50ഓളം UDF പ്രവർത്തകർ അതിക്രമിച്ച് വന്ന് ഭീഷണിപ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഭരണസമിതി മെമ്പർമാരുടെ മുമ്പാകെ വലിച്ചെറിയുകയും ഭീഷണിപ്പെടുത്തി തെറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അക്രമം കാണിച്ചിട്ടുള്ളതാണ്. വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് നന്നാക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവർ പറഞ്ഞത്. ഈ റോഡ് ഇവർ വരുന്നതിൻ്റെ മുന്നേ തന്നെ കമ്മിറ്റിയിൽ വിശദമായി ചർച്ച ചെയ്യുകയും ഇപ്പോൾ റോഡ് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്. റോഡിൻ്റെ ഫയൽ ഹമീദ് ഖാൻ എന്ന് പറയുന്ന കോൺട്രാക്ടർ റോഡ് ചെയ്യുന്നതിന് വേണ്ടി 10% അബോവിന് വേണ്ടി കോട്ട് ചെയ്യുകയും അങ്ങനെ 10% കൂടുതലായി വെച്ച് കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഫണ്ടാണെന്നുള്ളത് കൊണ്ട് കേരള സർക്കാർ അനുവാദം തരണം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കൈവശം ഇരിക്കുന്ന ആ ഫയല് പെട്ടെന്ന് സ്പീഡ് അതിൻ്റെ മുകളിൽ തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി കൊണ്ട് ഇടപെടുന്നതിനും അതോടൊപ്പം തന്നെ ആ തീരുമാനം വരുന്നത് വരെ ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കോറി വേസ്റ്റ് അടിച്ചും അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള സമഗ്രമായൊരു തീരുമാനം എടുത്തത് കഴിഞ്ഞതിന് ശേഷമാണ് 50ഓളം വരുന്ന UDF പ്രവർത്തകർ അതിക്രമിച്ച് ഗ്രാമപഞ്ചായത്തിലേക്ക് യാതൊരു സമ്മതവും ഇല്ലാതെ കയറി വരികയും അവിടെ അക്രമം കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗുണ്ടായുസമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റ് തീരുമാനമെടുക്കേണ്ട വിഷയം അതിൻ്റെ മുകളിൽ ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് പകരം മറിച്ച് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നുള്ള രൂപത്തിൽ കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ് UDF. അങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചും ഗുണ്ടായുസം കാണിച്ചും ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. പഞ്ചായത്ത് ഭരണസമിതി ഇതിന്റെ മുകളിൽ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുകയാണ്. കേരള സർക്കാരാണ്. വെള്ളറക്കാട് നിർമ്മാണത്തിനായി AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി കഴിഞ്ഞ LDF സർക്കാർ 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പണി ഏറ്റെടുത്ത കരാറുകാരൻ 10% ഫണ്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ടെൻഡർ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കാൻ കോറി വേസ്റ്റ് അടിച്ച് കുഴികൾ നികത്തുവാനും മണ്ണ് നീക്കം ചെയ്യുവാനും ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കടന്നുകയറി ഗുണ്ടായുസം കാണിച്ചതെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. You are watching VCV News.